ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ, എന്താ വിശേഷിച്ച്? തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. എന്താ പുറത്തു വന്ന് പറഞ്ഞത്? കളഞ്ഞിരിക്കാമല്ലോ. നിങ്ങളുടെ സർക്കാർ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. എന്റെ വീട്ടുമുറ്റത്തിന് നീ കാലുകുത്തലെന്ന് പറയാനാണ്. എന്തേ? ഞാനൊരു അച്ഛനായിപ്പോയി, അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ചും പോയി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. നിങ്ങൾ ഇത്ര നീണ്ടതായി പോയല്ലോ മനസ്സിലായി. അങ്ങ് എന്താണ് ഈ പറയുന്നത്? നിങ്ങളെ ഞാനൊരു മകളെ പോലെ സ്നേഹിച്ചു, വിശ്വസിച്ചു, പെരുമാറി. എന്നിട്ട് നിങ്ങൾ എന്നോട് ചെയ്തത്? സാർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, പ്രവർത്തിച്ചാൽ ദൂഷം എനിക്കാണ്, എന്റെ തറവാട്ടിന്, എന്റെ മകൾക്ക്. അതുകൊണ്ട് അങ്ങ് പറയുന്നത്? മിസ്റ്റർ ബാലകൃഷ്ണൻ, എന്റെ മകളെ നിങ്ങൾ വശീകരിച്ചു, എനിക്കുള്ള വിട്ടു തന്നു. സാർ, എന്റെ മുഖത്ത് നിങ്ങൾ കരുതേച്ചു, എന്റെ തറവാടിന്റെ മാനം കടത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഇല്ല സാർ. സാർ, അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാട്ടുകാർ കൂടും. അതിനു മുമ്പ് എല്ലാം തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങ് അകത്ത് കയറിയിരിക്കൂ. സമാധാനമായി സംസാരിക്കാമല്ലോ. ശത്രുക്കൾ പറയുന്നത് കേട്ട്. എന്റെ മകൾ എന്റെ ശത്രുവല്ലല്ലോ. അതോ അവൾ നിങ്ങൾ എന്റെ ശത്രുവാക്കി കഴിഞ്ഞോ? പക്ഷേ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വെളുത്ത കുപ്പായത്തിനുള്ളിൽ വിഷമല്ലെങ്കിൽ എന്നെ നശിപ്പിക്കരുത്. അല്ല, നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ എന്താ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല. എന്തുണ്ടായിന്ന് അച്ഛൻ എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ. അതിനുള്ള ക്ഷമ പോലും അച്ഛനുണ്ടായില്ല. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ. നിന്നിൽ നിന്നും അയാളോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും കഴിയുന്നില്ല. എനിക്കൊരു പുരുഷനെ സ്നേഹിച്ചൂടെ? അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? വയസ്സായ അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചില്ല. ഈ വീട്ടിന്റെ അന്തസ്സിനെ കുറിച്ച്. അതിന് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തത് അച്ഛൻ എന്തിനു പറഞ്ഞു? ഒരച്ഛന്റെ വികാരങ്ങൾ. എന്നെ ശിക്ഷിക്കാമായിരുന്നല്ലോ. എല്ലാ തെറ്റിനും ഉത്തരവാദിയായ എന്നെ. അദ്ദേഹം എന്തിനീ നാട്ടിൽ വന്നു? എന്തിനീ വീടുമായി ബന്ധപ്പെട്ടു? എന്തിനെ എന്നെ കണ്ടു? ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു. എല്ലാ തെറ്റും ചെയ്ത് ഞാനിവിടെ ഉണ്ടല്ലോ അച്ഛൻ. എന്നെ ശിക്ഷിക്കും, വേണമെങ്കിൽ കൊല്ലും. എന്തേ? ഒന്നുമില്ല. എനിക്കിന്ന് നല്ല സുഖം തോന്നുന്നു. എന്തെങ്കിലും കഴിച്ചു? മുഖം കണ്ടാൽ അറിയാമല്ലോ കഴിച്ചില്ലെന്ന്. എന്നോട് കള്ളം പറയാ. കഴിക്കാതിരുന്നാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉഷക്കുട്ടിയെ നോക്കാൻ മറ്റാരുമില്ല. അമംഗളം പറയരുത്. എന്ത് മനസ്സ് പറയുന്നു? മനസ്സൊന്നും പറഞ്ഞില്ല. എന്റെ ഉഷക്കുട്ടിക്ക് ഒരിക്കലും ഒരു ദുഃഖവും വന്നുകൂടാ. അവൾക്കൊരു ദുഃഖവും വരില്ല. ഉറപ്പാ? ഉറപ്പ്. അമ്മേ, അമ്മേ, പാട്ടിനും ഡാൻസിനും എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി. മിടുക്കി. എന്റെ മോളും മിടുക്കിയ. പാട്ടിനും ഡാൻസിനും മാത്രം സമ്മാനം വാങ്ങിയ പോലെ പഠിച്ചു മിടുക്കിയാവണം. ഈ പുസ്തകമൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് എന്താ കാര്യം അമ്മേ? അമ്മയുടെ ആഗ്രഹമാണ്.
മോള് പഠിച്ച് ഉദ്യോഗസ്ഥയാകണമെന്ന്. പിന്നെ മോള് അച്ഛനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. അമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആരെങ്കിലും ഇന്നുവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? എന്റെ മോളല്ലേ, മോൾ ആരെയും ദുഃഖിപ്പിക്കില്ല. ആരാവിടെ? എന്താ അവിടെ? എന്തെന്നാ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30-3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ. ഓക്കെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല.